Business Studies, Chapter 5, Emerging Modes of Business, Audio Overview. ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്റർ, അതായത് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഓഡിയോ കേട്ട് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാന ആശയങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് ശരിക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും വരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ഇതിൽ നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് പഴയ രീതിയിലുള്ള ബിസിനസ്സും പുതിയ ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. പിന്നെ നമ്മളൊക്കെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ സേഫായിരിക്കാം എന്നൊക്കെ പഠിക്കും. അതിനുശേഷം നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന പുതിയൊരു ഐഡിയ പരിചയപ്പെടും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഓർത്തെടുക്കാൻ ഒരു ക്വിക്ക് റിവിഷനും ഉണ്ടാകും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം അല്ലേ? എന്താണ് ഈ ബിസിനസ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പക്ഷെ എന്താണിത് സംഭവമെന്ന് സിമ്പിളായിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഈ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും ഇതിന്റെ ബേസിക്സ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. സമയം രാത്രി 2 മണി. നിങ്ങൾക്ക് പെട്ടെന്നൊരു സാധനം വാങ്ങണമെന്ന് തോന്നി. കടയൊക്കെ എപ്പോഴേ അടച്ചു. പക്ഷെ പ്രശ്നമുണ്ടോ? ഇല്ലാലോ, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എങ്ങനാ? നിങ്ങളുടെ കയ്യിലെ ഫോൺ വെച്ചിട്ട് തന്നെ. അപ്പോ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിയ ഒരാശയം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? എന്താണ് ഈ ബിസിനസ്? വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണ ബിസിനസ്സിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈനായി ചെയ്യുമ്പോൾ അത് ഈ ബിസിനസ്സായി. അത്രയുള്ളൂ സംഭവം. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു സ്ഥലമാണിത്. ഈ ബിസിനസ്സും ഇ കൊമേഴ്സും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. ഒരു സിമ്പിൾ ഉദാഹരണം വെച്ചോർക്കാം. ഈ ബിസിനസ് ഒരു വലിയ കടലാണെന്ന് വിചാരിക്കുക. അതിനകത്ത് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ആ കടലിലെ ഒരു വലിയ തിരമാല മാത്രമാണ്. അതായത് സാധനങ്ങൾ ഓൺലൈനായി വാങ്ങുന്നതും വിൽക്കുന്നതും മാത്രം. അപ്പോ ഇ കൊമേഴ്സ് ഈ ബിസിനസിന്റെ ഒരു ഭാഗം മാത്രമാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ബിസിനസിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് B2B, അതായത് ബിസിനസ് ടു ബിസിനസ്. ഇവിടെ കച്ചവടം നടക്കുന്നത് 2 കമ്പനികൾ തമ്മിലാണ്. ഉദാഹരണത്തിന്, ഒരു കാർ ഫാക്ടറി അവർക്ക് വേണ്ട ടയറുകൾ ഓൺലൈനായിട്ട് വേറൊരു ടയർ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ 2 പാർട്ടിയും ബിസിനസ്സുകാരാണ്. രണ്ടാമത്തേത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നാണ്, B2C, അതായത് ബിസിനസ് ടു കസ്റ്റമർ. ഇവിടെ ഒരു കമ്പനി നമ്മളെപ്പോലത്തെ സാധാരണ കസ്റ്റമേഴ്സിന് നേരിട്ട് സാധനങ്ങൾ വിൽക്കുന്നു. നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒരു ഫോൺ വാങ്ങുന്നത് ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. മൂന്നാമത്തേത് കുറച്ചുകൂടി ഉള്ളിലോട്ടാണ്, ഇൻട്രാബി, അതായത് ഒരു ബിസിനസ്സിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഇടപാടുകൾ. ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉടൻ ഉണ്ടാക്കണം എന്ന് അവരുടെ സ്വന്തം നെറ്റ്വർക്ക് വഴി പറയുന്നു. അപ്പോ ഇത് കമ്പനിക്ക് പുറത്തല്ല, ഉള്ളിൽ നടക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇൻട്രാബി. അവസാനത്തേത് C2C, കസ്റ്റമർ ടു കസ്റ്റമർ. ഇതിന്റെ പേരിൽ തന്നെയുണ്ട് കാര്യം, അല്ലേ? ഇവിടെ ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറിനാണ് സാധനം വിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് OLXലോ മറ്റോ വേറൊരു സ്റ്റുഡന്റിന് വിൽക്കുന്നത് ഒരു C2C ട്രാൻസാക്ഷനാണ്. ഓക്കേ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും, അതായത് നമ്മുടെ സാധാരണ കടകളും തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിച്ചാൽ ഉറപ്പായും മാർക്ക് കിട്ടും. അപ്പോ എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഈസ് ഓഫ് ഫോർമേഷൻ, അതായത് തുടങ്ങാനുള്ള എളുപ്പം. ഒരു സാധാരണ കട തുടങ്ങാൻ കുറേ നിയമപരമായ കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഇ ബിസിനസ് തുടങ്ങാൻ വളരെ സിമ്പിളാണ്. രണ്ടാമത്തത് ഫിസിക്കൽ പ്രസൻസ്. ട്രഡീഷണൽ ബിസിനസ്സിന് ഒരു കട, ഒരു ബിൽഡിംഗ് എന്തായാലും വേണം. പക്ഷേ ഇ ബിസിനസ്സിന് അതിന്റെ ആവശ്യമില്ല. പിന്നെ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്. കട തുടങ്ങാൻ കുറേ ചെലവുണ്ട്, പക്ഷേ ഓൺലൈൻ ബിസിനസ്സിന് ചെലവ് വളരെ കുറവാണ്. അടുത്തത് ഗ്ലോബൽ റീച്ച്. ഒരു നാട്ടിലെ കടയ്ക്ക് ആ നാട്ടിലുള്ളവർക്ക് മാത്രമേ സാധനം വിൽക്കാൻ പറ്റൂ. പക്ഷെ ഒരു വെബ്സൈറ്റിന് ലോകത്തെവിടെ വേണമെങ്കിലും വിൽക്കാം. അവസാനത്തെ പോയിന്റ്, ട്രാൻസാക്ഷൻ റിസ്ക്. കടയിൽ നമ്മൾ ആളെ നേരിൽ കാണുന്നോണ്ട് റിസ്ക് കുറവാണ്. പക്ഷെ ഓൺലൈനിൽ ആളെ കാണാത്തതുകൊണ്ട് റിസ്ക് കുറച്ച് കൂടുതലാണ്. ഈ പോയിന്റുകൾ ഓർത്തുവെക്കുക.
ശരി, നമ്മളൊക്കെ എപ്പോഴും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവരാണ് അല്ലേ? പക്ഷേ ആ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എങ്ങനെ നടക്കുന്നു, അതിലെങ്ങനെ സേഫ് ആയിരിക്കാം എന്നൊക്കെ. ഒരു ഓൺലൈൻ ട്രാൻസാക്ഷന്റെ സ്റ്റെപ്പുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ വളരെ എളുപ്പമാണ്. വെറും മൂന്ന് സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചോ. ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ. നമ്മളൊരു സൈറ്റിൽ ആദ്യമായി വാങ്ങുമ്പോൾ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കില്ലേ, അതാണ് സംഭവം. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലേസിംഗ് ആൻ ഓർഡർ. നമുക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്ത് നമ്മുടെ കാർട്ടിലേക്ക് ഇടുന്നു. മൂന്നാമത്തേതും അവസാനത്തേതുമായ സ്റ്റെപ്പ് പേയ്മെന്റ്. നമുക്ക് പല രീതിയിൽ പൈസ കൊടുക്കാം. കാർഡ് വെച്ചോ, ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ, അല്ലെങ്കിൽ സാധനം വീട്ടിൽ കിട്ടുമ്പോൾ പൈസ കൊടുക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി വഴിയോ. കണ്ടില്ലേ എന്ത് സിമ്പിളാണെന്ന്? ഓക്കെ, ഈ സ്റ്റെപ്പൊക്കെ കൊള്ളാം, വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ എത്രത്തോളം സേഫാണ്, ഇതിലെന്തൊക്കെ റിസ്കുകളുണ്ട്? അതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ പ്രധാനമായും ചില റിസ്കുകളുണ്ട്. ഒന്നാമത്തേത് ഡിഫോൾട്ട് ഓൺ ഓർഡർ. അതായത് നമ്മൾ ഓർഡർ ചെയ്തു, പൈസയും കൊടുത്തു, പക്ഷേ വിൽക്കുന്നയാൾ പറയുന്നു എനിക്കങ്ങനൊരു ഓർഡർ കിട്ടിയിട്ടില്ല എന്ന്. ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തേത് ഡിഫോൾട്ട് ഓൺ ഡെലിവറി. നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കിട്ടുക. ഫോൺ ഓർഡർ ചെയ്തിട്ട് കല്ല് കിട്ടിയ കഥയൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. മൂന്നാമത്തേത് ഡിഫോൾട്ട് ഓൺ പേയ്മെന്റ്. ഇത് വിൽക്കുന്നയാൾക്കുള്ള പ്രശ്നമാണ്. സാധനം അയച്ചു കൊടുത്തു, പക്ഷെ വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയില്ല. നാലാമത്തതും ഏറ്റവും പേടിക്കേണ്ടതുമായ റിസ്ക്കാണ് ഡേറ്റ റിസ്ക്. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ, കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ മോഷ്ടിക്കപ്പെടുക. വൈറസ് വഴിയോ ഹാക്കിംഗ് വഴിയോ ഇത് സംഭവിക്കാം. അപ്പോൾ ഈ ഡേറ്റ റിസ്ക് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് ക്രിപ്റ്റോഗ്രഫി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നിങ്ങൾ അയക്കുന്ന ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ പാസ്വേഡൊക്കെ മറ്റാർക്കും വായിക്കാൻ പറ്റാത്ത ഒരു രഹസ്യ കോഡാക്കി മാറ്റുന്ന ടെക്നിക്കാണ് ക്രിപ്റ്റോഗ്രഫി. ഒരു സീക്രട്ട് മെസ്സേജ് അയക്കുന്നത് പോലെ. നിങ്ങൾക്കും ആ വെബ്സൈറ്റിനും മാത്രം അറിയുന്ന ഒരു കീ വെച്ചിട്ട് അത് തിരിച്ചു വായിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ വഴിയിൽ വെച്ച് ആരും മോഷ്ടിച്ചാലും അവർക്കതുകൊണ്ട് കാര്യമില്ല. ഇതാണ് ഞങ്ങളെ ഓൺലൈനിൽ സേഫാക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിനെക്കുറിച്ച് എല്ലാം പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ വലിയ കോൺസെപ്റ്റിലേക്ക് കടക്കാം. അതാണ് ഔട്ട്സോഴ്സിംഗ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഔട്ട്സോഴ്സിംഗ്? പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരു കമ്പനി അവരുടെ പ്രധാനപ്പെട്ടതല്ലാത്ത ജോലികൾ, അതായത് നോൺ കോർ ആക്ടിവിറ്റീസ്, ആ ജോലിയിൽ സ്പെഷ്യലൈസ് ചെയ്ത പുറത്തുള്ളൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിലെ ക്യാൻറ്റീൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിയൊക്കെ പുറത്തുള്ളവരെ ഏൽപ്പിക്കുന്നില്ലേ? അത് തന്നെയാണ് സംഭവം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എന്തിനാണ് ഈ കമ്പനികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിതിന്റെ രണ്ടു വശങ്ങളും നോക്കാം. ഔട്ട്സോഴ്സിംഗിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ആദ്യം നമുക്ക് ബെനിഫിറ്റ്സ് നോക്കാം. ഒന്നാമത്തേത് ഫോക്കസ് ഓൺ കോർ ആക്ടിവിറ്റീസ്. അതായത് കമ്പനിക്ക് അവരുടെ പ്രധാന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു കാർ കമ്പനി കാർ ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ. ചിലവ് കുറയ്ക്കാൻ പറ്റും. എന്നാൽ ഇതിന് ചില പ്രശ്നങ്ങളുമുണ്ട്. കൺസേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. കമ്പനിയുടെ രഹസ്യവിവരങ്ങൾ പുറത്തുള്ള ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് ലീക്കാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചില എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതായത് കുറഞ്ഞ കൂലിക്ക് ആളുകളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോ ഈ ഗുണങ്ങളും ദോഷങ്ങളും ഓർത്തുവെക്കണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ എന്തായാലും മറക്കരുത്. ഓർമ്മയിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ: 1. ഈ ബിസിനസ്സാണ് വലുത്. ഇ കൊമേഴ്സ് അതിന്റെ ഒരു ഭാഗം മാത്രം. 2. ഈ ബിസിനസിന്റെ പ്രധാന ഗുണങ്ങൾ സൗകര്യം, വേഗത, ഗ്ലോബൽ റീച്ച് എന്നിവയാണ്. 3. ഓൺലൈൻ ട്രാൻസാക്ഷന്റെ 3 സ്റ്റെപ്പുകൾ: രജിസ്റ്റർ ചെയ്യുക, ഓർഡർ ചെയ്യുക, പണം നൽകുക. 4. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമല്ലാത്ത ജോലികൾ പുറത്തുള്ളവരെ ഏൽപ്പിക്കലാണ്. 5. ഔട്ട്സോഴ്സിംഗിന്റെ പ്രധാന ഗുണങ്ങൾ ചിലവ് കുറയ്ക്കലും പ്രധാന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലുമാണ്. ഈ 5 പോയിന്റ്സ് മനസ്സിലുറപ്പിച്ചോ? പരീക്ഷയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാൻ. 1. ഈ ഓഡിയോ വിവരണം ചുരുങ്ങിയത് 2 തവണയെങ്കിലും കേൾക്കുക. കാര്യങ്ങൾ മനസ്സിൽ ഉറക്കും. 2. ഓരോ സ്ലൈഡിലെയും പ്രധാന പോയിന്റുകൾ ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക. 3. ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുക. 4. പരീക്ഷയുടെ തലേദിവസം ഈ ചാപ്റ്റർ ഒന്നുകൂടി വേഗത്തിൽ മറിച്ചു നോക്കുക. ഇത് ചെയ്താൽ മതി. അവസാനമായി ഒരു കാര്യം:
നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നിങ്ങൾക്കിപ്പോൾ ഈ ചാപ്റ്ററിനെക്കുറിച്ച് അറിയാം. ഒരു പേടിയും വേണ്ട. നമ്മൾ ഈ പറഞ്ഞ പ്രധാന പോയിന്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നന്നായി പരീക്ഷ എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.